എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗികതയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ജീവിവർഗങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന അടിസ്ഥാനപരമായ ഒരു അടിസ്ഥാന ചോദനയാണ് ലൈംഗികത അഥവാ സെക്ഷുവാലിറ്റി. ഇത് അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. സാമൂഹികവും മാനസികവും ജനിതകപരവുമായ മറ്റനേക ഘടകങ്ങളുമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ജെൻഡറുമായി ഇത് വളരെയധികം ചേർന്ന് നിൽക്കുന്നു. ലൈംഗികതയ്ക്ക് ഒരു കൃത്യമായ നിർവചനം നൽകുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമല്ല, സന്തോഷത്തിനും സ്നേഹം പ്രകടിപ്പിക്കാനും ആസ്വാദനത്തിനും കൂടിയാണ് മനുഷ്യർ ഏറിയ പങ്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുള്ളത്. അതിനാൽ ലൈംഗികത മനുഷ്യരുടെ സന്തോഷവും മാനസിക ആരോഗ്യവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. സന്തോഷകരമായ ലൈംഗിക ജീവിതം ശാരീരിക ആരോഗ്യത്തിനും ഗുണകരമാണ്. എൻഡോഫിൻസ്, ഓക്സിറ്റോസിൻ മുതലായ ഹോർമോണുകളുടെ ഉൽപാദനം സന്തോഷത്തിന് കാരണമാകുന്നു. ഒരു വ്യക്തിയുടെ ലൈംഗികപരമായ മനോഭാവം, താല്പര്യങ്ങൾ, പെരുമാറ്റം ഇവയെല്ലാം ചേർന്നതാണ് ആ വ്യക്തിയുടെ ലൈംഗികത. ലൈംഗികതയ്ക്ക് ജൈവപരവും വൈകാരികവും സാമൂഹികവും രാഷ്ട്രീയപരവുമായ വിവിധ തലങ്ങളുണ്ട്. കേവലം ലൈംഗിക പ്രക്രിയ മാത്രമല്ല ഇതിൽ വരിക, മറിച്ച് ലിംഗത്വം, ലിംഗവ്യക്തിത്വം, ജെൻഡർ റോൾഡ്, ലൈംഗിക ആഭിമുഖ്യം, ബന്ധങ്ങൾ, പരസ്പര ബഹുമാനം, പ്രത്യുൽപാദനം, ലൈംഗിക ആരോഗ്യം തുടങ്ങി വിവിധ വശങ്ങൾ ലൈംഗികതയുടെ ഭാഗമായി വരും. ചുരുക്കത്തിൽ ഒന്നിലേറെ ഘടകങ്ങളുടെ കൂട്ടായ്മയും അതിൽ നിന്നും ഉയർന്നു വരുന്ന വികാരം കൂടിച്ചേർന്ന് സൃഷ്ടിക്കുന്ന ജൈവീകമായ വികാരമാണ് ലൈംഗികത. മറ്റൊരാളോട് തോന്നുന്ന ആകർഷണം, അതിൽ നിന്നും ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന ചോദനകൾ അഥവാ സ്നേഹം, ഈ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി, ഏറ്റവും ഒടുവിലായി സ്നേഹത്തിന്റെ ബഹിസ്ഫുരണമായ ലൈംഗിക ബന്ധം നടക്കുന്നു. ജീവികളിലെ പ്രത്യുൽപാദനവും ആസ്വാദനവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ലൈംഗിക ബന്ധം. മൈഥുനം, സംഭോഗം അഥവാ ഇണചേരൽ, ഇതുവഴി ജീവിവർഗങ്ങളിലെ ജനിതക ഘടകങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നു. വ്യത്യസ്ത ജനിതക പാരമ്പര്യമുള്ളവർ തമ്മിലുള്ള ഇണചേരൽ കൂടുതൽ മെച്ചപ്പെട്ടൊരു തലമുറയുടെ ഉൽപാദനത്തിന് കാരണമാകുന്നു. ഇതാണ് മിശ്രവിവാഹിതരുടെ മക്കളിൽ പാരമ്പര്യ രോഗങ്ങൾ കുറഞ്ഞു വരാനും കാരണം. ഭൗതികമായി പറഞ്ഞാൽ ഇണകളുടെ ലൈംഗികാവയവങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാണ് അഥവാ ലിംഗനോനി സമ്പർക്കവും തുടർന്നുള്ള ചലനങ്ങളും ചിലപ്പോൾ സ്ഖലനവും. ഇതുവയാണ് വേഴ്ച. എങ്കിലും ലൈംഗികതയ്ക്ക് ശാരീരിക ബന്ധം എന്നതിലുപരിയായി പല തലങ്ങളുണ്ട്. മനുഷ്യൻ ഭൂകമ്പങ്ങളെ അതിജീവിച്ചേക്കാം, മഹാമാരികളെയും രോഗപീഠകളെയും ദുരന്തങ്ങളെയും ആത്മദുഃഖങ്ങളെയും അതിജീവിച്ചേക്കാം. പക്ഷെ കിടപ്പറയിലെ ദുരന്തം പോലെ അവനെ ദഹിപ്പിക്കുന്ന മറ്റൊന്നില്ല. അതെ, ലിയോ ടോൾസ്റ്റോയിയുടെ ഈ വാക്കുകൾ ഇതിന്റെ പ്രാധാന്യം വെളിവാക്കാൻ ഉപയോഗിച്ച് കാണാറുണ്ട്. എങ്കിലും ലൈംഗികതയെ ഒരു പാപമായി കാണുന്ന സമൂഹങ്ങളും ഇന്ന് ധാരാളമുണ്ട്.